ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എൻ ഫാമിലി മീഡിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവാണ്. റിലേറ്റീവിൻ്റെ മാരേജ് ഫംഗ്ഷന് പോവാണ്. റൂബി ടാറ്റ ടാറ്റ. അപ്പോൾ ദേ ഗായ്സ്, നമ്മൾ റെഡിയായി റൂബിയോടൊക്കെ യാത്ര പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 6:45 ആയിട്ടുണ്ടായിരുന്നു. വെയിൽ വരണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ എത്തുമ്പോഴേക്കും കുറേ നേരം ആവുമല്ലോ. അപ്പം ഗായ്സ്, വണ്ടി മെയിൻ റോട്ടിൻ്റെ അവിടെ വരുന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം ഗായ്സ്, വണ്ടി അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. വണ്ടി എത്തിയിട്ടുണ്ട്, അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മളെ വെയിറ്റ് ചെയ്യാണ്. പാലത്തിൻ്റെ അവിടെ വരാമെന്നാണ് പറഞ്ഞേ. നല്ല തണുപ്പ്. അപ്പോൾ ദേ നമ്മൾ വണ്ടിയുടെ അവിടെ എത്തി. വണ്ടി കയറി, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ശീലമ്മായി ആയിരുന്നു ഉണ്ടായിരുന്നേ. തലയിൽ മറ്റേ കേട്ടണ സാധനമൊക്കെ ഇട്ടിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നേ. അപ്പൊ ഗൈസ്, വണ്ടി വന്നു, ഞങ്ങൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ശബ്ദം നല്ലും കൂട്ടി വെച്ചിട്ട്, പക്ഷെ ആരും തുള്ളിക്കളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ പോകുന്ന വഴി തന്നെ പാലം, നല്ല രസമാണ് പറയാൻ. എനിക്കിപ്പോൾ ഈ പാലം ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഗായ്സ്, 2 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊച്ചി എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ട് കേട്ട് സുഖമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവം നടന്നത്. എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ടയർ പഞ്ചറായി. ബലൂൺ പൊട്ടുന്ന ശബ്ദം കേട്ട് അപ്പോൾ പെട്ടെന്ന് വണ്ടി അങ്ങോട്ട് നിർത്തി നോക്കിയപ്പോൾ വണ്ടിയുടെ ടയർ നല്ല രീതിയിൽ പൊട്ടി തകർന്ന് നിൽക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സമയം കൊണ്ട് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ. അപ്പം ഞങ്ങൾ റോഡ് സൈഡിൻ്റെ അവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് ഫുഡ്. വണ്ടിയൊക്കെ നല്ലോണം ചീറിപ്പാഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റോഡൊക്കെ അങ്ങനെയൊക്കെയോ ക്രോസ് ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്നിട്ട് കഴിക്കാനിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലി, സാമ്പാർ, ചട്നി അതൊക്കെയായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ശീലമ്മയുടെ മകൾ മനീഷേച്ചി ഉണ്ടായിരുന്നു. മനീഷേച്ചിയുടെ ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ മാമനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളുടെ കുറേ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗായ്സ്, പഞ്ചറായി പൊട്ടി തകർന്ന ടയർ. വണ്ടി റോഡിലായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വണ്ടി ചീറി പാഞ്ഞു പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവറിൻ്റെ സീറ്റ് വഴിയാണ് ഇറങ്ങിയത്. അപ്പം ഞാനവിടെ ഡ്രൈവറിൻ്റെ സീറ്റിലിരുന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടയർ മാറ്റാൻ ആൾക്കാരൊക്കെ വന്നു. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആ ടയർ അങ്ങോട്ട് ഊരി സെറ്റാക്കുകയാണ്. 6:45 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു, 9 മണി ആവാറായി. ഏകദേശം കുറേ സമയം പിടിച്ചു ടയർ മാറ്റാനൊക്കെ. നല്ല വെയിലായതുകൊണ്ട് ഞാനും പിന്നെ കുറച്ച് പേരൊക്കെ വണ്ടീൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. വണ്ടിയൊക്കെ ഇളകുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു റീൽ എടുക്കാമെന്ന്. ഹൈവേയുടെ മുന്നിൽ പിന്നെ ഇപ്പോൾ കളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഹൈവേയുടെ മുന്നിൽ വെച്ച് കുറച്ച് റീൽസ്, ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ പുതിയ ടയർ ഞങ്ങൾ അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ടയർ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ടയർ എടുത്തു. അങ്ങനെ ഇതാ ഗായ്സ്, നമ്മൾ ടയറൊക്കെ വെച്ച് സെറ്റാക്കിയ ശേഷം എല്ലാവരും വണ്ടിയിൽ കയറി. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വീണ്ടും പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ പോണ വഴിയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ കണ്ടത് ഒരു ഫ്ലാറ്റ്. ആ ഫ്ലാറ്റിനെ കവർ ചെയ്തുകൊണ്ട് പ്ലാന്റ്സ്. പിന്നെ പോണ വഴി കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കാത്തതാണ് വീഡിയോൻ്റെ ലെങ്ത് കൂടാണ്ടിരിക്കാൻ. പോണ വഴിയിൽ ബ്ലോക്ക്, കാരണം റോഡ് പണിയൊക്കെ ആയിരുന്നു. റോഡ് പണി, പാലം പണി. പിന്നെ ഇതാ പോണ വഴിയിൽ ഇതാ തൊട്ടടുത്ത്, ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട്, കടലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കറക്റ്റ് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലെങ്കിലും കടലാണ് അപ്പുറത്തുള്ള, ഹൈവേയുടെ തൊട്ടടുത്താണുള്ളത്. അങ്ങനെ ഇതാ ഗായ്സ്, മണിക്കൂറുകൾക്ക് ശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഞങ്ങൾ എത്തിയതേ ഉച്ച സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറ്റി, കല്യാണം കഴിക്കുന്നൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതാ ഞങ്ങൾ വേറെ ക്ലിപ്സാണ് കാണിച്ചിരുന്നത്, ഫോട്ടോസ് ആൻഡ് വീഡിയോസ്. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. ഞങ്ങൾ ഏകദേശം എത്തിയത് 1:30 മണിക്കായിരുന്നു. ആ ടയർ പൊട്ടിയിലായിരുന്നു ഞങ്ങൾക്ക് കുറേ സമയം പോയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നേരത്തെ എത്തായിരുന്നു. ഇത് ശീലമ്മയുടെ മകനാണ് ഗൈസ്, മനോജ്. ഞങ്ങൾ മനുവേട്ടനെ വിളിക്കുക. അപ്പം മനുവേട്ടൻ്റെ വൈഫ് ആതിരേച്ചിയുടെ അനിയൻ്റെ കല്യാണമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങളുടെ മണിക്കൂറുകളുടെ യാത്രയായിരുന്നേ. അപ്പം ഞങ്ങൾ ഏകദേശം സമയത്തായിരുന്നു എത്തിയത്. അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്.
എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു. പല നിറത്തിലുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നാരങ്ങയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ നാരങ്ങ വീതം. എന്തിനാണെന്ന് പോലും അറിയത്തില്ല. സദ്യ നന്നായിരുന്നു ഗൈസ്. ഞങ്ങളെല്ലാവരും അങ്ങനെ സദ്യ കഴിക്കായിരുന്നു. എനിക്ക് ഏതൊക്കെ കറിയാണ് കൂട്ടണ്ടേന്ന് അറിയണില്ല. പല നിറത്തിലും കുറേ കറികളുള്ളത് കൊണ്ട്. അപ്പോഴേക്കിതാ മനുവേട്ടൻ കൈയിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പയ്യൻ്റെ വീട്ടിലോട്ട് പോയി. ഇനി നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ ആലപ്പുഴയിലുള്ള ഒരു ബീച്ചിലേക്കാണ് പോണേ. അപ്പോൾ ഞങ്ങൾ ആതിരേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി. ഇതാണ് ഗൈസ് റിസപ്ഷൻ നടക്കുന്ന സ്ഥലം. അവരുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ റിസപ്ഷൻ ഇവിടെ വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ റെഡിയായി ബീച്ചിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ മാറി. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ശീലമായ ഇടയിൽ കയറി വന്നു. ശീലമായിക്കും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശീലമായി ഞങ്ങളും കൂടി നിൽക്കുന്ന സമയത്ത് സേനയൊക്കെ വന്നു. അപ്പോൾ അവരെ കൂടിയിട്ടൊക്കെ ഫോട്ടോസ് എടുത്തു. മനീഷ് ചേച്ചിയുടെ ഒന്നാമത്തെ കുട്ടിയാണ് നേരത്തെ കണ്ട ഗ്രൂപ്പ് ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അമ്മയ്യ എന്നാണ് പേര്. ഇത് രണ്ടാമത്തെ കുട്ടി നിത്താര എന്ന പേര്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് വധുവരന്മാരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വീട്ടിലേക്ക് കയറ്റണ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഇറങ്ങണ്ടെന്ന് വിചാരിച്ച് അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നിന്നു. ഞങ്ങളെല്ലാവരും പുറത്തായിരുന്നു ഗൈസ് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതാ വണ്ടിയൊക്കെ തിരിച്ച് സെറ്റാക്കി. മനേട്ടനാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ കാറ് നിർത്തിയിട്ടു. അങ്ങനെ ഇതാ അവർ ഇറങ്ങുകയാണ്. അങ്ങനെ ദാ വീട്ടിലേക്ക് കയറി. പിന്നെ അവരുടെ കാലൊക്കെ കഴുകണ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കാലൊക്കെ കഴുകി. പിന്നെ താലെടുത്ത് ഇങ്ങനെ 3 തവണ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നമ്മുടെ അവസാനത്തെ പരിപാടി വിളക്കൊക്കെ കൊടുത്തു. അങ്ങനെ വിളക്കൊക്കെ കൊടുത്ത ശേഷം പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഞങ്ങളായിട്ട് നേരം വൈകിക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. കാരണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കും. അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നേരെ വിട്ടു നമ്മളെങ്ങോട്ട് ബീച്ചിലോട്ട് വിട്ടു ഗായ്സ്. പോണ വഴിക്കന്നെ ബീച്ച് കാണാം. അങ്ങനെ ഗായ്സ് നമ്മൾ അവസാനം ബീച്ചിലെത്തി. വെയിലുണ്ടായിരുന്നു അത്യാവശ്യം. അപ്പം ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയ ശേഷം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കടയിൽ ഇങ്ങനെ കുറേ ടോയ്സൊക്കെ വിൽക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ കാറ്റാടി സാധനം നല്ല കാറ്റുണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യും. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ എത്തിയപ്പോഴേക്ക് അമ്മയുടെ മണലിൽ കളിച്ച് കുളിച്ച് നിൽക്കുകയാണ്. വെള്ളത്തിലേക്കൊന്നും ഇറങ്ങില്ല. അതാ മണലിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു ഫുൾ ടൈം. ബീച്ചാണ് നല്ല രസമുണ്ടായിരുന്നു. ഈ സൂര്യൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കാലൊക്കെ വെച്ച് തിരമാല അടിച്ച് കാലിലേക്ക് കയറണത് റീലായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്നായിരുന്നു കയറിയത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ കളിക്കാനായിട്ട് ഇറങ്ങി. ശീലമ്മ ആണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനും ചേച്ചിയൊക്കെ കൂടി ശീലമ്മനെ പിടിച്ച് വലിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചായി. ചേച്ചി ഇറങ്ങണ്ടായിരുന്നില്ല. അപ്പോൾ ശീലമായി പിടിച്ചിറക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വെള്ളത്തിൽ കളിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു ഗൈസ്. അമ്മയും ഇതാ മണൽ എന്തൊക്കെയൊക്കെയോ ക്ലേ പോലെ എന്തൊക്കെയോ കാണിക്കണ്ടായിരുന്നു കേട്ടോ. കൊട്ടാരം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമാണെന്ന് തോന്നുന്നു. അങ്ങനെ ശീലമ്മേനൊക്കെ ഞാൻ ആ വെള്ളത്തിൽ നനയിപ്പിച്ചു. അപ്പോൾ ശീലമ്മയൊക്കെ വന്ന് ഇറങ്ങണ്ടായിരുന്നു. പിന്നെ അമ്മയും മണ്ണിൽ കുളിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ അമ്മയൂനെ വെള്ളത്തിലിരുത്തി കഴുകുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് എല്ലാവരെയും കയറ്റി വിട്ടു. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ്. അപ്പോൾ തിരിച്ച് പോകുമ്പോൾ വലിയ ഒരു ബോട്ട്. ഞങ്ങളവിടെ നിന്ന് വരുമ്പോഴേ ഈ ബോട്ട് ഉണ്ടായിരുന്നു ഇവിടെ. നല്ല രസമില്ലേ ബോട്ട് കാണാൻ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലേ വിചാരിച്ചു. പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടേക്കിരുന്നു.
പിന്നെ ഇവിടെ ബീച്ചിൻ്റെ അടുത്ത് കുറേ കടകളുണ്ട്. അപ്പം ഞങ്ങൾ ഈ കടയിൽ നിന്നായിരുന്നു ഞങ്ങളെല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാ ബീച്ചിൽ കളിച്ചാലുള്ള മെയിൻ പ്രശ്നം മണൽ കയറുക എന്നുള്ളതാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പാരാഗ്ലൈഡിങ്. അപ്പോൾ അതാ പറന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ കടകളുണ്ട്, ഉപ്പിലിട്ട സാധനങ്ങളുണ്ട്, ടോയ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇറങ്ങി. ഇതാണ് മോഹനമാമൻ, ശീലമ്മയുടെ ഹസ്ബൻഡാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി നിർത്തിയിട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുമ്പിൽ നമ്മുടെ റെയിൽവേ പാളമാണ്. അപ്പോൾ അവിടെ ട്രെയിൻസൊക്കെ പോകും. അപ്പോൾ ദാ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ കുറേ നേരം നിന്നു, എന്നിട്ടൊന്നും കാണാനില്ല. പിന്നെ ഇതാ കുറേ നേരത്തിന് ശേഷം ട്രെയിനൊക്കെ വന്നു. പിന്നെ മാമൻ എന്താ വേറെ സീറ്റിൽ പോയിരുന്നു. അപ്പം അമ്മ വന്നിരുന്നു ഇവിടെ. ഞങ്ങളിവിടെ ചൂടെടുത്തിരിക്കുമ്പോൾ അമ്മ അവിടെ സുഖമായിരുന്നു ഗെയിം കളിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരു ട്രെയിനൊക്കെ ഉള്ളൂന്ന്. അപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ടില്ല വരുള്ളൂ എന്ന്. ഇത് കുറേ നേരം വണ്ടി നിർത്തിയിട്ടു. ഇതുവരെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. കുറേ ട്രെയിൻ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം എന്താ ഒരു ട്രെയിൻ വന്നു, വന്ദേ ഭാരത് വന്നു. എന്ത് സ്പീഡാണെന്നറിയോ ഈ വന്ദേ ഭാരതിന്. അങ്ങനെ ദാ ട്രെയിനൊക്കെ പോയ ശേഷം ഞങ്ങൾ ദാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നാലുള്ളത് എന്താണെന്ന് വെച്ചാൽ പല ഷേപ്പിലുള്ള ബിൽഡിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നേ. ഇതുവരെ കാണാത്ത ബിൽഡിങ്സ് ഒക്കെ പോലെ ഉണ്ടായിരുന്നേ. പിന്നെ എന്താ അറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു വൈബൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം എല്ലാവരും ഇറങ്ങി ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അമ്മായും ഞാനും ചേച്ചിയൊക്കെ ഇരുന്ന് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഇതാ ഗൈസ് ഞങ്ങൾ കളിച്ച് ക്ഷീണിച്ച ശേഷം ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങൾ സീറ്റിൽ തന്നെ വന്നിരുന്നു. അപ്പോൾ ഇതാ നമുക്കൊരു വലിയൊരു പാലം കാണാൻ പറ്റും. ഇരുട്ടായി. പിന്നെ ഇതാ വ്യത്യസ്ത തരത്തിലുള്ള ബിൽഡിങ്സ് പല ഷേപ്പിൽ നല്ല അട്രാക്റ്റീവായിരുന്നു കേട്ടോ. ഓരോ ബിൽഡിങ്സും പല ഷേപ്പിൽ പല ലൈറ്റ് അറേഞ്ച്മെൻറ്റിലൊക്കെ. പിന്നെ ഞങ്ങളിതാ കൊച്ചിയിൽ മെയിനായിട്ട് കണ്ടത് എടപ്പള്ളിയിലെ ലുലു മോളായിരുന്നു ഗൈസ്. ലുലു മോളിലേതാ മെട്രോ. പിന്നെ ഉള്ളത് ഇതാ ഡബിൾ ലെയറിലുള്ള ബസ്, മുകളിൽ ബെഡൊക്കെ ഉള്ള സ്ലീപ്പർ പോലത്തെ ബസ്. പിന്നെ ഇതേ ഞാനൊരു വലിയൊരു ബിൽഡിങ് കണ്ടു. ഇത് ക്യാമറയിൽ പോലും ഒതുങ്ങണ്ടായിരുന്നില്ല, അത്രയ്ക്ക് വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. ഡ്രസ്സിൻ്റെ ബിൽഡിംഗ് ഒക്കെ ആയിരുന്നു തോന്നുന്നു. പിന്നെ ഇതാ നമ്മൾ പോകുമ്പോൾ കണ്ട അച്ചടി കൊണ്ട് കുളിച്ച ബിൽഡിംഗ്. പിന്നെ ഇതാ ഞങ്ങളിതാ വണ്ടിയിലേക്ക് പെട്രോളൊക്കെ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി. പെട്രോളൊക്കെ അടിച്ച ശേഷം നമ്മൾ നേരെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ്, മൺചട്ടി റെസ്റ്റോറൻറ്റ്. ഒരു വെറൈറ്റി ലുക്കായിരുന്നു ഈ ഹോട്ടലിന്. ഫുൾ ഓപ്പൺ ആയിരുന്നു കേട്ടോ, മോളിൽ ഫുൾ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ദാ ഞങ്ങൾ
ചെറിയ ചെറിയ ടേബിളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുൾ ഫാമിലി ആയതുകൊണ്ട് ടേബിൾസൊക്കെ സെറ്റ് ചെയ്ത് ഒന്നിപ്പിച്ച ശേഷം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്നു. പിന്നെ ഈ വെഡ്ഡിങ് ഡേയുടെ അന്ന് തന്നെയായിരുന്നു ഷീലമ്മായുടെയും മോഹനമാമൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ കേക്ക് വാങ്ങി. അങ്ങനെ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദാ നിതാരൊക്കെ ഉണ്ടായിരുന്നു, ശീലമ്മായി, മോഹനമാമൻ, അവരൊക്കെ കൂടി കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങളെല്ലാവരും വിഷ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റിന് നമ്മളിതാ നിതാര കുട്ടിക്ക് കൊടുത്തു ഗൈസ് കേക്ക്. റെഡ് വെൽവെറ്റ് ആയിരുന്നു കേക്ക്. പിന്നെ ദാ നമ്മൾ ശീലമ്മായിക്ക് കൊടുത്തു. പിന്നെ ദാ ശീലമ്മായി തിരിച്ച് മോഹനമാമനൊക്കെ കൊടുക്കണമല്ലോ, അപ്പോൾ അത് അവർക്കൊക്കെ കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കൊടുത്തു. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം കൊടുക്കുകയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ദാ ഞങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിക്കൊക്കെ കൊടുക്കണ്ടായിരുന്നു. പിന്നെ ദാ ശീലമ്മായി ഞങ്ങൾക്ക് വന്ന് തന്നു ഗൈസ്. പിന്നെ ദാ അമ്മയ്ക്ക് കേക്ക് കൊടുത്തു, പിന്നെ അച്ഛന് കൊടുത്തു. അച്ഛൻ തിരിച്ച് രണ്ടുപേർക്ക് കൊടുത്തുണ്ടായിരുന്നു കേക്ക്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം പിന്നെ നമ്മുടെ മെയിൻ സാധനം വേണ്ടേ, ഫുഡ് വേണ്ടേ. അപ്പോൾ അതാ ഞങ്ങൾ ഓർഡർ ചെയ്തത് മന്തിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ കുഴിമന്തി വന്നു ഗായ്സ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കഴിക്കാനായിട്ട് തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറങ്ങുമ്പോഴുള്ള അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ആ കിടിലനാണ്. ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് നല്ല എയർ പാസിങ്, നല്ല കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ദാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, വയറൊക്കെ നിറച്ച് സൂപ്പറായിരുന്നു. പിന്നെ എന്താ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ട് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഹോട്ടൽ മൺചട്ടി റെസ്റ്റോറൻറ്റ്. പലതരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾക്ക് ആലപ്പുഴയിലുള്ള റിസപ്ഷനൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ റിസപ്ഷൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഇടാം. ഫസ്റ്റ് എന്താ, നമ്മളൊരു ഡാൻസാണ്, പിന്നെ കേക്കിൻ്റെ ഫോട്ടോസ്, പിന്നെ അവരുടെ ഫോട്ടോസ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങി. പിന്നെ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. 12 മണിയാകുമ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.